അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസും അതിന് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ള ചുരുങ്ങിയ ഒരു വ്യാഖ്യാനവും എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുളാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഹജ്ജത്തിൽ വദാ. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ. ഒരു വിശ്വാസി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ശേഷം പ്രവാചകൻ പറഞ്ഞു, മൻ അമിനഹു നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം. ജനങ്ങൾക്ക് അവരുടെ ധനത്തിലും അവരുടെ ശരീരത്തിലും നിർഭയത്വം നൽകുന്നവനാരോ അവനാണ് മുഅ്മിൻ. അഥവാ ഒരു മുഅ്മിനെ കൊണ്ട്, ഒരു വിശ്വാസിയെ കൊണ്ട് മറ്റുള്ളവരുടെ ധനത്തിന് നഷ്ടമുണ്ടാവരുത്, അവരുടെ ശരീരത്തിന് പരിക്കുകൾ ഏൽക്കാനും പാടില്ല. വൽ മുസ്ലിമു, അതേപോലെ തന്നെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ആരുടെ കൈകളിൽ നിന്നും ആരുടെ നാവിൽ നിന്നുമാണോ മറ്റുള്ളവർക്ക്, മറ്റു മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നത്, അവനാണ് യഥാർത്ഥ മുസ്ലിം. അഥവാ കൈകൾ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റുള്ളവരെ ഒരു മുസ്ലിം ഉപദ്രവിക്കുവാൻ പാടില്ല. ഇങ്ങനെ ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ, അവരുടെ ധനം അപഹരിക്കാതെ അല്ലെങ്കിൽ അതിന് നാശം വരുത്താതെ, അവരുടെ ശരീരത്തിന് പരിക്കുകൾ പറ്റിക്കാതെ സമാധാനത്തിൽ ജീവിക്കുന്നവനാണ് ഒരു മുസ്ലിം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെ വിഷയം അതാണ്, വൽ മുജാഹിദു. ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ. തൻ്റെ നഫ്സിനോട് സമരം ചെയ്തവനാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ സ്വന്തത്തോട് ജിഹാദ് ചെയ്തവനാണ് യഥാർത്ഥ മുജാഹിദ്. വൽ മുഹാജിറു, അതേപോലെ തന്നെ ഒരു യഥാർത്ഥ മുഹാജിർ, പലായനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മൻ ഹജറ അൽ ഖതായ വസ്സുനൂബ്. തിന്മകളും പാപങ്ങളും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. ഈ ഹദീസിലെ ഓരോ വാക്കുകളും ധാരാളം വിശദീകരിക്കേണ്ടതാണെങ്കിലും ഇവിടെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം, വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ. ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ശരിയായ ജിഹാദിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്ന വിഷയത്തിൽ. ദീനനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ ഹൃദയത്തെ പാകപ്പെടുത്തണം. അതിന് ജിഹാദ് തന്നെ വേണം. ജാഹദ യുജാഹിദു എന്ന അറബി വാക്കിൻ്റെ അർത്ഥം കഠിനമായി അധ്വാനിക്കുക എന്നാണ്. എഫേർട്ട് എടുക്കുക, നന്നായി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പരിക്കുകളുണ്ടാകും, പല നഷ്ടങ്ങളും ഉണ്ടാകും. പക്ഷെ അത് ദുനിയവിയായ നഷ്ടമാണ്, ആഖിറത്തിൽ വലിയ ലാഭവുമാണ്. ആഖിറത്തിൽ വലിയ ലാഭവുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്താൻ വേണ്ടി ഒരാൾ കാണിക്കുന്ന ത്യാഗ പരിശ്രമമാണ് യഥാർത്ഥ ജിഹാദെന്നും അങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥ മുജാഹിദുകളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, ഫജിഹാദുൻ നഫ്സി അർബഉ മറാത്തിബ്. നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നതിന് 4 മർത്തബകളുണ്ട്, 4 ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 അവസ്ഥകൾ അതിനുണ്ട്. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന വിഷയത്തിൽ ഇഹ്ദാഹ, അതിലൊന്നാമത്തത് അൻ യുജാഹിദഹ അലാ തഅല്ലുമിൽ ഹുദാ
വദീനിൽ ഹഖില്ലദീ ലാ ഫലാഹ ലഹാ വലാ സആദത ഫീ മആശിഹാ വമആദിഹാ ഇല്ലാ ബിഹി വമതാ ഫാതഹാ ഇൽമുഹു ശഖിയത് ഫിദ്ദാറൈൻ. നമ്മൾ നമ്മോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ജിഹാദ്, അതിൽ ഒന്നാമത്തത് തന്നെ ദീന് പഠിപ്പിക്കുക. നമ്മൾ നമ്മെ ദീന് പഠിപ്പിക്കുക, സ്വന്തത്തെ മതം പഠിപ്പിക്കുക. നമ്മൾ ദീന് പഠിക്കണം. ഇതിന് ജിഹാദ് വേണം, ഇത് വെറുതെ കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് അലാ തഅല്ലുമിൽ ഹുദാ വദീനിൽ ഹഖ്, ശരിയായ ദീൻ ഏതാണെന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മുടെ ദീന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ജിഹാദ് വേണം. ജിഹാദിന് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് ക്ഷമയാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ ആകെ അസ്വസ്ഥരാണ്, അങ്ങേയറ്റം ക്ഷമകേടിൻ്റെ ആളുകളാണ്. ജഹാലത്ത് വ്യാപിച്ചിരിക്കുന്നു. ശരിയായ സുന്നത്ത് പഠിക്കുന്നതിൽ അവർ അധ്വാനിക്കുന്നില്ല, ക്ഷമ കാണിക്കുന്നില്ല. യഥാർത്ഥ ദീന് പഠിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല. ഒരു പ്രോഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാം മുസ്ലിം ഉമ്മത്തിൻ്റെ അജ്ഞത എത്രമാത്രമാണ്, അവർ എത്രമാത്രം അസ്വസ്ഥരാണ്, അവർ എത്രമാത്രം ക്ഷമയില്ലാത്തവരാണ്, അവർ എത്രമാത്രം അറിവില്ലാത്തവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദീനിയായ ഒരു കാര്യം 10 മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്തവരാണ് മുസ്ലിമീങ്ങൾ. മറിച്ച് അവർ കേൾക്കുന്നത് യാതൊരു വിവരവുമില്ലാത്ത ഭൗതിക വിഷയങ്ങളെ ഉപരിപ്ലവമായി മാത്രം നോക്കിക്കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും അതേപോലെയുള്ള ആളുകളുടെയും ചാനൽ ചർച്ചക്കാരുടെയും വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നവരുടെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് അവർ ചെവി കൊടുക്കുന്നത്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് യഅലമൂന ലാഹിറം മിനൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലെ ലാഹിറായ ചില കാര്യങ്ങൾ മാത്രമേ അവർക്കറിയുള്ളൂ. അവർ പ്രത്യക്ഷമായ നിരീക്ഷകന്മാരാണ്. ആഴത്തിൽ പഠിക്കാനുള്ള ധൈര്യവും അവർക്കുണ്ടായിട്ടില്ല, അതിനുള്ള തൻ്റെടവും അവർക്കുണ്ടായിട്ടില്ല, അതിനുള്ള അവസരവും അവർക്കുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവരതിനൊന്നും തയ്യാറായിട്ടുമില്ല. ലാഹിറായ കാര്യങ്ങളെ അവർക്കറിയുള്ളൂ. വിലയിരുത്തലുകളെല്ലാം ബാഹ്യമാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, അറിവിൽ നിന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റിയ മാക്സിമം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിട്ടേയില്ല. അറിവിൻ്റെ വിഷയത്തിൽ അങ്ങനെ ആവരുത്. നാം നമ്മുടെ മതം എന്താണെന്ന് പഠിക്കണം, അതിലെ വ്യതിയാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. ആയാത്തുകളെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് അക്രമികളുടെ വഴി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന്. എന്ന് പറഞ്ഞാൽ സദ്വൃത്തരുടെ വഴി മാത്രമല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് പിഴച്ചവരുടെ റൂട്ട് എന്താണെന്നും ചിന്ത എന്താണെന്നും അഖീദ എന്താണെന്നും കൂടി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ അതിലേക്ക് പോവാതിരിക്കാൻ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കാണാം വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, യഹൂദന്മാർ വിശ്വസിക്കുന്നു ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. ചരിത്രത്തിൽ പരിശോധിച്ചാൽ യഹൂദരിൽ നിന്ന് 0. അത്രയും കുറഞ്ഞ ശതമാനം ആളുകളെ അങ്ങനെ വിശ്വസിച്ചിട്ടുള്ളൂ. മഹാഭൂരിപക്ഷം അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഒരു ന്യൂനപക്ഷം വിശ്വസിച്ചിട്ടുണ്ട്. മദീനയിൽ അത്തരം ആളുകളുടെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ അതൊരു ന്യൂനപക്ഷമായതുകൊണ്ട് അള്ളാഹു ഇത് പരാമർശിക്കാതിരുന്നില്ല. അതിനെ എതിർക്കാൻ യഹൂദർ തയ്യാറാവാത്തത് കൊണ്ട് അത് അവരുടെ മൊത്തം ആശയമായി അള്ളാഹു പറയുകയും ചെയ്തു. ഇല്ലെങ്കിൽ അവരെതിർക്കട്ടെ. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ, അള്ളാഹു ഫഖീറാണ്, ഞങ്ങൾ ധനികരാണ് എന്ന് പറഞ്ഞവർ സത്യനിഷേധികളായിരിക്കും. ധാരാ പറഞ്ഞത്? ഇതൊരു വ്യക്തി പറഞ്ഞതാ, ഒരു വ്യക്തി പറഞ്ഞതാ. പക്ഷേ അള്ളാഹു അത് കോട്ട് ചെയ്തു. ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്ന ആരും അതിനെ എതിർക്കാത്ത കാലത്തോളം ആ ടീമും എന്തിനാണത്? വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, അക്രമികളുടെ റൂട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി. അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വലിയ അപകട. അക്രമികളുടെ റൂട്ട്, അക്രമികളുടെ മൻഹജ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അപകടമാണ്. വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, യഹൂദന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ കൈ കെട്ടിയിട്ടതാണ്, അള്ളാഹു പിശുക്കനാണ് എന്ന്. തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറ, അള്ളാഹു അവർ പറയുന്നതിലൊക്കെ എത്രയോ ഉന്നതനാണ്.
ഇത് എല്ലാ യഹൂദരും പറഞ്ഞതാ അല്ല, വളരെ കുറഞ്ഞൊരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ പറഞ്ഞതാണ്. എൻ്റെ തഫ്സീറിൽ അത് പറഞ്ഞതാരാണെന്ന് വരെ കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യഹൂദന്മാർ പറയുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തുകൊണ്ട്? അവർ ആ കൗലിനെ എതിർത്തില്ല. അവരുടെ കൂട്ടത്തിൽ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു, ആരെന്ത് ചെയ്താലും അതിനെ എതിർക്കുന്നില്ല. അവനങ്ങനെ പറഞ്ഞോട്ടെ, ഇവനിങ്ങനെ പറഞ്ഞോട്ടെ, എങ്കിൽ അത് നിങ്ങളുടെ ആദർശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എതിർക്കൂ, ക്ലിയർ ചെയ്യൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തികളുടെ കൗല് വരെ നമ്മുടെ മുന്നിലിട്ട് തന്നിട്ട് പറയാണ്, ഇത് മുജ്രിമീങ്ങളുടെ വഴിയാണ്, ആ വഴി പോവരുത്, ഇത് പഠിക്കണം. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം മരണം വരെ സിറാത്തുൽ മുസ്തഖീമിൻ്റെ ഇടത്തും വലത്തും നിന്നുകൊണ്ട് ശൈത്താന്മാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മരിക്കുന്നത് വരെ ഈ വിളി നടന്നുകൊണ്ടിരിക്കും. ഇതിലേക്കൊന്നും പോവാതെ നേരെ ചൊവ്വയുള്ള വഴിയിലൂടെ പോയാൽ മാത്രമേ പരലോകത്തെ സിറാത്തിലൂടെ കടന്നിട്ട് സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പം അതിനെന്ത് വേണം? ഈ മുൻവിധികളും മുൻധാരണകളും ആളുകൾ ഇട്ട് തരുന്ന ചില ചിന്തകളും കൗലുകളെയുമൊക്കെ അന്ധമായി പിൻപറ്റാതെ ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കണം. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാമല്ലോ. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞെന്താണ്? ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇൽമിൽ നിന്ന് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഒരു വിദ്യാർത്ഥിയായി കൂടട്ടെ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അപ്പോൾ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി എന്താണ്? ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ, എൻ്റെ കൂടെ നടന്നാൽ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ താങ്കൾ ബാഹ്യമായി വിലയിരുത്തിയാൽ പ്രശ്നമാണ്. മറിച്ച് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന അതിൻ്റെ പിന്നാമ്പുറങ്ങളെ അറിയാൻ ശ്രമിക്കണം. അതിനുള്ള ക്ഷമയുണ്ടോ താങ്കൾക്ക്? എങ്കിലേ എൻ്റെ കൂടെ കൂടിയിട്ട് കാര്യമുള്ളൂ എന്ന് പറയാണ്. കാരണം ബാഹ്യമായി വിലയിരുത്തരുത്, മറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വീണ്ടും, വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറാ, വകൈഫ തസ്ബിർ, താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അലാ മാ ലം തുഹിത് ബിഹി ഖുബറാ, വ്യക്തമായ ഖബറില്ലാത്ത, വ്യക്തമായ പൂർണ്ണമായ അറിവില്ലാത്തൊരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വിഷയത്തെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ടവരെ, ഒരു വിഷയത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പുള്ള അഭിപ്രായവും മനസ്സിലാക്കിയതിന് ശേഷമുള്ള അഭിപ്രായം രണ്ടും രണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലും ക്ഷമകേട് കാണിക്കാതെ അവധാനതയോടുകൂടി പഠിക്കാൻ തയ്യാറാവണം. അതാണ് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നത്, താങ്കൾ പൂർണ്ണമായൊരു വിഷയത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ക്ഷമകേട് കാണിക്കും. നമുക്കറിയാം ആധുനിക സമൂഹം അങ്ങനെയാണ്. ഒരു ദീനി വിഷയം ഹെഡിങ് കാണുമ്പോഴേക്ക് കമൻ്റ് എഴുതി ഓടുകയാണ്. എന്താണ് അതിൽ പറഞ്ഞതെന്ന് പോലും നോക്കുന്നില്ല, എന്താ ആ കണ്ടൻറ്റ് എന്താണെന്ന് കേൾക്കുന്ന പോലുമില്ല. കാരണം മുൻധാരണകളാണ്. ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ആളുകളെ മാറ്റിയിരിക്കുകയാണ്. ഖുർആനിലേക്ക് നോക്കുന്നില്ല, ഹദീസിലേക്ക് നോക്കുന്നില്ല, ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കുന്നില്ല, പണ്ഡിതന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ പല രാഷ്ട്രങ്ങളുടെയും അടിമകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റുള്ളവർക്ക് പാദസേവ ചെയ്യുന്നവരാണ് എന്നുള്ള നറേഷൻ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കൊടുത്തിട്ട് അത് മുഴുവൻ തലയിൽ കയറ്റിയിട്ട് പിഴച്ച കക്ഷികളുടെ നേതൃത്വം പറയുന്നതിന് ദീനായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇരുത്തം വന്ന പണ്ഡിതന്മാർ പറയുന്നതിന് ചെവി കൊടുക്കാതെയും ഒരു സമൂഹം മാറിയപ്പോൾ വൈബ്രൻ്റായ ഒരു സമൂഹമായി, എവിടെയും കയറി എന്തും എഴുതുകയും പറയുകയും ഇളകി മറിയുകയും ചെയ്യുന്ന ഒരു ജാഹിലി സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമാലുവായിരിക്കും, ക്ഷമയോടുകൂടി ഞാൻ താങ്കളുടെ കൂടെ നിൽക്കാം, ഫോളോ ചെയ്യാം. വല അസീലക അമ്ര, താങ്കൾ പറയുന്നതിനോടൊന്നും ഞാൻ അനുസരണക്കേട് കാണിക്കൂല. ഓക്കെ, എങ്കിൽ ഈ ക്ഷമകേടിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു ഇൽമു കൊണ്ട് ഈ രണ്ട് സൂറത്തുൽ കഹ്ഫിൻ്റെ ഒരു പ്രത്യേകത, തുടക്കം മുതൽ ഒടുക്കം വരെ അത്ഭുതങ്ങൾ മാത്രമാണ്.
അത് വെള്ളിയാഴ്ച പാരായണം ചെയ്യാൻ പറഞ്ഞത് വെള്ളിയാഴ്ച അത്ഭുതങ്ങളുടെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ അത്ഭുതങ്ങളും സംഭവിച്ചതും ഇനി വരാനിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതാൻ പറയാനുള്ള കാരണങ്ങളിലൊന്ന്, സൂറത്തുൽ കഹ്ഫൊക്കെ അതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആഴത്തിൽ വിശദീകരിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട അധ്യായമാണ്. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽ ഒരാളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു ഇൽമു കൊണ്ട് വലിയ ധന്യത നൽകിയിട്ടുള്ള സാലിഹായ ഒരു വലിയാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇൽമുള്ള ആളുകൾ തമ്മിലുള്ള സംഭാഷണമാണ്, അത് വെറുതെ കേട്ടുപോകരുത്. അപ്പോൾ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ആരോടാണ് പറയുന്നത്? മൂസാ നബീനോടാണ് പറയുന്നത്. പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ്? ഈ ക്ഷമാലുവാണ്, അനുസരണക്കേട് കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ആ പറഞ്ഞത് നിലനിർത്താൻ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിൽ ക്ഷമിക്കാൻ പറ്റിയില്ല. നമുക്കുള്ള പാടാണ്. എന്താണ്? അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ്? ഖാല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വിഷയം പറഞ്ഞുതരാം. ഫൈനിത്തബഅതനി, എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, എന്നോടൊന്നും ചോദിക്കരുത്. വിഷയം തീരുന്നതിൻ്റെ മുമ്പേ ചാടിക്കയറി ചോദിക്കരുത്, മുഴുവൻ കേൾക്കണം. അല്ലാതെ തുടക്കത്തിൽ തന്നെ ക്ഷമകേട് കാണിക്കരുത്. ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞുതരും ഓരോന്നിൻ്റെയും വ്യാഖ്യാനം. അത് പറയുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ട് ചോദിക്കരുത്. ഇതായിരുന്നു കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താങ്കൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ താങ്കൾ ക്ഷമകേട് കാണിച്ചേക്കാം, അതുണ്ടാവരുത്. അതിനെന്ത് വേണം? ഞാൻ അങ്ങോട്ട് വിശദീകരിച്ച് തരുന്നത് വരെ താങ്കൾ എന്ത് ചെയ്യണം? ഒന്ന് ക്ഷമ കാണിക്കണം. പക്ഷേ ക്ഷമ കാണിച്ചില്ല. അതുകൊണ്ട് 3 ചോദ്യവും 3 ഉത്തരത്തിലും ആ വലിയ യാത്ര അവസാനിച്ചു. എൻ്റെ വാക്കല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മസ്അലകൾ കിട്ടുമായിരുന്നു. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അറിവ് തടയപ്പെടും ക്ഷമകേട് കാണിച്ചാൽ. നിങ്ങൾ ക്ഷമകേട് കാണിക്കല്ലേ. ഒരു മുസ്ലിമിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു വികാര ജീവികളായി മുസ്ലിം ഉമ്മത്ത് മാറിയിട്ടുണ്ട്, മഹാഭൂരിപക്ഷവും മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഒന്ന്, ശരിയായ സ്രോതസ്സെന്ന് പഠിക്കുന്നില്ല, തെറ്റായ സ്രോതസ്സിന് ധാരാളം ചെവി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതാണ് പ്രശ്നം. ശരിയായ സ്രോതസ്സെന്ന് പഠിക്കുന്നില്ല, തെറ്റായ സ്രോതസ്സുകളിൽ നിന്നൊക്കെ എല്ലാം കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വലിയ അപകടമുണ്ട്. ഇൽമ് തടയപ്പെടും. ക്ഷമകേട് കാണിക്കല്ലേ. അവധാനതയോടുകൂടി നമ്മൾ ദീന് പഠിച്ചേ മതിയാകൂ. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ലാ ഫലാഹ ലഹ വലാ സഅദ ഫീ മആശിഹാ വ മആദിഹാ ഇല്ലാ ബിഹ്. ദുനിയാവിൽ ജീവിക്കണമെങ്കിലും പരലോകത്ത് രക്ഷപ്പെടണമെങ്കിലും ദീന് പഠിക്കണം. ഇവിടെ ജീവിക്കാനും ദീന് പഠിക്കണം, പരലോകത്ത് രക്ഷപ്പെടാനും ദീന് പഠിക്കണം. വ മതാ ഫാതഹ ഇൽമുഹു ശഖിയത് ഫിദ്ദാറൈൻ. ഇൽമ എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, ഇവിടെയും നഷ്ടം, പരലോകത്തും ദൗർഭാഗ്യവാനായിത്തീരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ മെരുക്കിയെടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം ദീന് എങ്ങനെ പഠിക്കണം. അതിൽ ക്ഷമയും അവധാനതയും നമ്മൾ കാണിക്കുകയും യുക്തിയോടുകൂടി ആരിൽ നിന്നാണോ ദീന് പഠിക്കേണ്ടത് അവരിൽ നിന്ന് ദീന് പഠിക്കുകയും വേണം. അസ്സാനിയ, രണ്ടാമത്തത്, അൻ യുജാഹിദഹ അലൽ അമലി ബിഹി ബഅദ ഇൽമിഹി. ഇൽമ് നേടിയതിന് ശേഷം പിന്നെ കാണിക്കേണ്ട ജിഹാദ് ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നതിലാണ്. വ ഇല്ലാ ഫമുജറദുൽ ഇൽമി ബിലാ അമലിൻ ഇല്ലം യദുർറഹ ലം യൻഫഅഹ. എന്നാൽ ഇൽമ് നേടി എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുകയില്ലെങ്കിലും ഉപകാരമുണ്ടാവുകയില്ല. ഇൽമു കൊണ്ട് ഒരാൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് ഉപകാരപ്പെടണമെങ്കിൽ അത് അമലാക്കുന്നതിൽ ജിഹാദ് വേണം. ഇൽമ് നേടുന്നതിനേക്കാൾ വലിയ ജിഹാദ് അത് അമലാക്കുന്നതിലാണ്. വ ഇല്ലാ അൽ ആലിമൂന കസീറുൻ. ഇൽമുള്ളവർ ധാരാളമുണ്ട്, പക്ഷേ ആമിലീങ്ങൾ ഖലീലാണ്, പ്രവർത്തിക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദുകളിലൊന്ന് ഇൽമ് നേടലും രണ്ടാമത്തത് ആ ഇൽമിനെ ജീവിതത്തിൽ അമലാക്കലുമാണ്. അസ്സാലിസ, മൂന്നാമത്തത് അൻ യുജാഹിദഹ അല ദഅവതി ഇലൈഹി വ തഅലീമിഹി മൻ ലാ യഅലമുഹു. ഇങ്ങനെ ശരിക്കുള്ള അറിവ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജിഹാദ് ചെയ്യേണ്ടത് അറിവില്ലാത്തവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം. അതുകൊണ്ടാണ് അറിവ് നേടുന്നതിൻ്റെ നിയ്യത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി വ അൻ ഗൈരിഹി.
ഇൽമ് നേടുമ്പോൾ നിയ്യത്താക്കേണ്ടത് തന്നിൽ നിന്നും സമൂഹത്തിൽ നിന്നും അജ്ഞതയെ ഉയർത്തുക എന്ന നിയ്യത്ത്. ഞാൻ മാത്രമല്ല, അറിയാത്തവർക്കൊക്കെ എനിക്കിത് പറഞ്ഞു കൊടുക്കണം. അത് നല്ല നിയ്യത്താണ്. റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ഇൽമ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലവും അതിനുണ്ട്. പക്ഷേ അതിന് ജിഹാദ് വേണം, ജനങ്ങളിലേക്ക് അതെത്തിക്കുവാൻ ജിഹാദ് വേണം. ശരിയായ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ശരിയായ ദഅവത്തിന് ഇറങ്ങി പുറപ്പെടുന്നവരാണ് ശരിയായ മുജാഹിദുകൾ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വഇല്ലാ കാന മിനല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ ഹുദാ വൽ ബയ്യിനാത്ത്. അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കരുത്. ചില വിഷയങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപകടമുണ്ടാക്കും. ചിലപ്പോഴെങ്കിലും നമ്മൾ ധരിക്കും, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ ഖിബ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ പറയേണ്ട സന്ദർഭമല്ല, പറയേണ്ടതില്ല. പക്ഷേ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിലാണ് അപകടമുണ്ടാകുന്നത്. അവിടെ ഇൽമിനെ മറച്ചു വെക്കരുത്. മറച്ചു വെച്ചാൽ വലിയൊരു സമൂഹം വലിയ അപകടത്തിലെത്തിയതിന് ശേഷം, അതവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായതിനു ശേഷം പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് നേടിയ ഇൽമ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അവർ ഉള്ള അജ്ഞതയിൽ നിന്ന്, അപകടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അറിവ് മറച്ചു വെച്ചവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുകയും പരലോകത്ത് വലിയ കുറ്റം കിട്ടുകയും ചെയ്യും. നാലാമത്തത് റാബിഅ അൻ യുജാഹിദഹ അല സ്വബ്രി അല മശാഖി ദഅവതി ഇലല്ലാഹി വ അദൽ ഖൽഖ് വയതഹമ്മലു ദാലിക കുല്ലഹു ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി, കാരണം റബ്ബിൻ്റെ ദീനാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടി ഹൃദയത്തെ പാകപ്പെടുത്തുക ഏറ്റവും വലിയ ജിഹാദിൽപ്പെട്ട ഒന്നാണത്. കാരണം ആളുകൾ പല തരക്കാരാണ്, പലരും പല നിലക്കുമാണ് പ്രതികരിക്കുക. ചീത്ത വിളിക്കുന്നവരുണ്ടാകും, ഉമ്മാനെയും ഉപ്പാനെയും വരെ ചീത്ത വിളിക്കും, ജനങ്ങളെ മുഴുവൻ ചീത്ത വിളിക്കും, എല്ലാവരെയും ചീത്ത വിളിക്കും, അന്യായം പറയും, തെറി വിളിക്കും, ദേഹോപദ്രവം ഏൽപ്പിച്ചേക്കാം, കൊന്നുകളയുക വരെ ചെയ്തേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ല, അല്ലാഹുവിൻ്റെ വചനങ്ങളെ കളവാക്കുന്നവർ, വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ് വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്. അമ്പിയാക്കളെ വരെ ന്യായമില്ലാതെ കൊന്നുകളഞ്ഞവർ, നബിമാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, സത്യം പറയുന്നവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, ഹക്ക് പറയുന്നവരെ, നീതിപൂർവ്വം സംസാരിക്കുന്നവരോടുള്ള ഒരു തരം ഈർഷ്യത, അത് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്, ശൈത്താൻ ഇട്ട് കൊടുക്കുന്നതാണ്. അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ ആളുകൾ അത് ചെയ്യും. അങ്ങനെയുള്ളവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിൽ ഇറങ്ങേണ്ടത്. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട്, ചെറിയ മകനോട് പോലും പറഞ്ഞു കൊടുത്തത് എന്താണ്? വഅ്മുറു ബിൽ മാറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. മോനെ, നീ നല്ലത് പറഞ്ഞു കൊടുക്കണം, ചീത്തയിൽ നിന്ന് ജനങ്ങളെ വിലക്കണം എന്ന് പറഞ്ഞാൽ ദഅവത്തിന് പാകപ്പെടുത്തുകയാണ് തൻ്റെ ചെറിയ മകനെ. അത് മുതിർന്ന ആളുകൾ ചെയ്യേണ്ട, മുതിർന്നവരോട് മാത്രമല്ല നമ്മുടെ മക്കളോട് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. മക്കളെ ചെറുപ്പത്തിലെ ആ നിലക്ക് വാർത്തെടുത്താൽ അവർ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വസ്ബിർ അലാ മാ അസാബക്. നോക്കൂ, നിങ്ങൾ സാധാരണ രക്ഷിതാക്കൾ പറയുന്നതാണ്, നീ ഇപ്പോൾ പറയാൻ പോകണ്ട, ആളുകൾ നിന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ ജനങ്ങൾ നിന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് നീ ഒന്നും മിണ്ടണ്ട, മോനിങ്ങ് പോര് എന്ന നിലക്കാണ് മക്കൾക്ക് പലപ്പോഴും ആളുകൾ ഉപദേശം കൊടുക്കുന്നത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം നേരെ തിരിച്ചാ പറയുന്നത്, തെറ്റ് കണ്ടാൽ തിരുത്തണം, നന്മ പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾ മോശമായി പ്രതികരിച്ചേക്കാം. വസ്ബിർ അലാ മാ അസാബക്, നിന്നെ ബാധിക്കുന്നതിൽ ക്ഷമിക്കുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തൻ്റെ ഇടമുള്ളവർ അങ്ങനെയാണ് മോനെ ചെയ്യുക. നോക്കൂ, മോന് തൻ്റെ ഇടം പറഞ്ഞു കൊടുക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തൻ്റെ ഇടത്തിൻ്റെ വഴിയാണത്. ആ നിലക്ക് സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്ന യഥാർത്ഥ ആളുകളിൽ നാം, മുജാഹിദുകളിൽ നാം ഉൾപ്പെടണം. അതിന് ഈ പറഞ്ഞ 4 മർത്തബകൾ ഇൽമ് നേടണം. വമ്പിച്ച ക്ഷമയോടുകൂടി അറിവ് നേടുക, വമ്പിച്ച ക്ഷമയോടുകൂടി അത് അമലാക്കുക, വമ്പിച്ച ക്ഷമയോടുകൂടി അത് ദഅവത്ത് നടത്തുക, വമ്പിച്ച ക്ഷമയോടുകൂടി അതിനെതിരിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ വലിയൊരു ഗ്രൂപ്പായിരിക്കും, പക്ഷേ പതറാതെ ഉറച്ചു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലും പ്രളയം പോലെ അവർ വന്നു നിന്നു എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരതയോടുകൂടി ഉറച്ചു നിന്നു എന്നാണ്. ഒരല്പം പോലും പതറിയില്ല. ഖുർആൻ അതിനെക്കുറിച്ച് വ്യത്യസ്ത അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും കൂടി നബിയെ റാഞ്ചിയെടുക്കാൻ വന്നു എന്നാണ്. അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് അടിയുറച്ചു നിന്നു. റബ്ബ് പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തി. ആളുകൾ പലതും പറഞ്ഞേക്കാം, പക്ഷെ സത്യം പറയുക,
ഹക്ക് പറയുക, ഹക്ക് പഠിക്കുക, ഹക്ക് പ്രബോധനം ചെയ്യുക, ഹക്കിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. വിജയമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. വീഴ്ചകളും പാകപ്പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹു നമുക്കെല്ലാ ഖൈറും ബറക്കത്തും ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിക രാജ്യങ്ങളെയും ആ നാട്ടിലെ ഭരണാധികാരികളെയും അല്ലാഹു സംരക്ഷിക്കട്ടെ. അവർക്ക് നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഖുർആനിൻ്റെ ബറക്കത്ത്, അത് പഠിക്കുന്നതിൻ്റെ ബറക്കത്ത്, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്നതിൻ്റെ ബറക്കത്ത്, അതിൽ തഹരീഫ് നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത, ഇത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ള കാരണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ തഹരീഫ് നടത്തുന്ന, ഹദീസുകളിൽ തഹരീഫ് നടത്തുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമ്മുടെ കുടുംബത്തെ ശരിയായ നിലക്ക് ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് എന്താണെന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠനത്തിൻ്റെയും ഹദീസിൻ്റെയും ബറക്കത്ത് നമ്മിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സ്വർഗ്ഗലോകത്ത് ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.